എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും പിന്നെ വിത്തൗട്ട് മേക്കപ്പ് ആയാലും വിത്ത് മേക്കപ്പ് ആയാലും എങ്ങനെയായാലും നിങ്ങളെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു മനസ്സിലായി. പിന്നെ ഞാൻ അറിയാമെന്നുള്ളൊരു കുറച്ച് പേർക്ക് ഞാൻ എൻ്റെ ഇത് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ഈ യൂട്യൂബ് ഐ ഡി പിന്നെ പോരാത്തതിന് ഇൻസ്റ്റയിലെ കുറേ ഫ്രണ്ട്സ് പിന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ അവർക്കൊക്കെ അറിയുള്ളൂ. ബാക്കിയെല്ലാം പുറമേയുള്ള കുറേ പേര് പോട്ടെ, ഒരു 400 ഇൻസ്റ്റയിലെ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് കൊടുത്തിട്ടില്ല എന്നൊന്നുണ്ടാകും. എന്നാലും ഒരു 500 പേരെങ്കിലും എന്നെ സ്നേഹിക്കുന്ന കുറേ പുറത്തുനിന്ന് ആൾക്കാരുണ്ട്. അതിന് ഞാൻ ഒരുപാട് ലക്കാണ്. എന്തുകൊണ്ടാണ് സ്നേഹിക്കണമെന്നറിയില്ല. ഞാൻ ഇന്ന ടോപ്പിക്കെന്നല്ല പറയില്ല. ഒരു ടോപ്പിക്കിന് പ്രത്യേകിച്ച് ഒരു കണ്ടൻ്റൊന്നും എനിക്കില്ല. ഞാൻ അന്നന്ന് തോന്നുന്ന എന്താണെങ്കിലും ഞാൻ ഓപ്പണായി പറയുന്നു. പിന്നെ അതൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ ഒരുപാട് താങ്ക്സ് ഇട്ടാൽ ഭയങ്കര താങ്ക്ഫുള്ളി ഞാൻ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഇതിൽ ഈ 1000 പേരിൽ എപ്പോഴോ വന്ന് ഒരു 4-5 പേരെ വന്നിട്ട്, 4-5 പേരുണ്ടോയെന്ന് എന്നെ അറിയില്ല, മോശമായി സംസാരിച്ചിട്ട് പോയുള്ളൂ. പിന്നെ നിങ്ങളിത്ര ആൾക്കാരും ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ട് പോയേക്കുന്നുണ്ട്. 10,000-15,000 മുകളിൽ പോയി കണ്ടുപോയവരുമുണ്ട്. അതിനൊക്കെ ഞാൻ ഭയങ്കര താങ്ക്സ്ഫുള്ളാണ്. ഇന്ന് 1K കഴിഞ്ഞു. ഞാൻ എറണാകുളത്ത് ഇന്നലെ എനിക്കൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അതിന് 2 ദിവസം മുന്നേ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കാര്യം ഞാൻ മറന്നേ പോയി. എൻ്റെ ലിസ്റ്റിലേ ഇല്ലായിരുന്നു. അവർ വിളിച്ചപ്പോഴാണ് സഡൻലി പോകേണ്ടി വന്നു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഒരു 1-2 ആൾക്കാരൊന്നുമല്ല, എനിക്ക് കൊണ്ട് ഒരു 10-50 മോഡൽസ് ഉണ്ടായിരുന്നു തോന്നുന്നു. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു. എന്ത് രസമാണെന്നറിയോ. ഇതുവരെ വന്നില്ല ഫോട്ടോസും വീഡിയോസൊക്കെ. ഇതൊക്കെ ഞാൻ ഇട്ടതൊക്കെ ഇപ്പം ഞാൻ മൊബൈലിലൊക്കെ എടുത്തതാണ്. ഞാനല്ല, എൻ്റെ മൊബൈലിൽ നിന്നും പലരുടെയും മൊബൈലിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ട്രഡീഷണൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാരുടെ ഭാര്യമാരൊക്കെ ഇട്ട ഡ്രസ്സുകളില്ലേ, ഒന്നും പറയാനില്ല, എന്ത് ഭംഗിയാമോ, അത്ര അടിപൊളി. അങ്ങനത്തെയും വെറൈറ്റി, ഞാൻ അത്രയും സംഭവം ഞാൻ കണ്ടിട്ടില്ല, അത്ര വെറൈറ്റി. ഞാൻ എന്നിട്ട് ഒന്നെടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് തയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അത്ര രസമാണ്, അത്ര നമ്മളൊന്നും അത്ര പറയാനില്ല. കുഞ്ഞു മക്കൾ മുതൽ കുഞ്ഞുമക്കളൊക്കെ കിട്ടുമായിരുന്നു. അത് വേറെ സെക്ഷൻ. കുഞ്ഞുമക്കളെന്ന് പറയുമ്പോൾ ഒരു 8 വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുമക്കൾ അടിപൊളിയായിട്ട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുക. അവർ മറ്റേ ബാർബീൻ്റെ കുപ്പായമൊക്കെ ഇട്ടിട്ടായിരുന്നു. അതിന് മുകളിലുള്ള കുട്ടികളായിരുന്നു. ഒരു 18 വയസ്സ് വരെ ഇല്ല എന്ന് തോന്നുന്നുണ്ട്, അത്രയും ഇല്ല. അവരൊക്കെ ആയിരുന്നു ട്രഡീഷണലായിട്ട്. ആ ട്രഡീഷണൽ ഡ്രസ്സാണെങ്കിലോ സാധാ പട്ടുപാവാട അങ്ങനെ ഒന്നുമല്ല, അത്രയ്ക്ക് സൂപ്പറുമായിരുന്നു. പിന്നെ നമ്മുടേത് വന്നിട്ട് ബോഡിക്കോൺ ഡ്രസ്സായിരുന്നു. നമ്മുടേതിൽ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടതേ ഇല്ല. പിന്നെ മിററ് കിട്ടിയില്ല നമുക്ക് ഫുള്ള് കാണാനായിട്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആ ഡ്രസ്സ് ഒന്ന് താഴ്ത്തിയൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കിയാണ്. അത് സാരിയല്ല, ആ ഷോള് കൈ പിടിക്കട്ടെ എന്ന് വെച്ചപ്പോൾ കൊറിയോഗ്രാഫറല്ല, ഇതിനിടയ്ക്ക് നമുക്കത് റെഡിയാക്കാനായിട്ട് ആളുണ്ട്. ആളെനിക്ക് റെഡിയാക്കി തന്നു പോയി. ഞാൻ മേക്കപ്പൊക്കെ ചെന്നിരുന്നിടത്ത് ഞാനിരുന്ന് ചത്തിരുന്നുറങ്ങി. അവരെന്നെ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നു, എന്നെ ഇരുന്നിട്ട് തട്ടി വിളിക്കലാണ്. എന്നിട്ട് പിന്നെ ഞാൻ കണ്ണുറങ്ങും, വീണ്ടും ഒരു നല്ല ഉറങ്ങും. അവർ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എങ്ങാണ്ട് കുപ്പായം ഇളകി കളിച്ചതാണ്. ഇപ്പോൾ പിന്നെന്ത് ചെയ്യണമെന്നറിയില്ല. സമയമായപ്പോഴേക്കും ഞാൻ ബാത്റൂമിലൊക്കെ ചെന്ന് നോക്കി. അപ്പോൾ സാരീൻ്റെ പോലത്തെ നമുക്ക് കിട്ടുന്നില്ല, പ്ലീറ്റ് അങ്ങനെ അല്ല. പ്ലീറ്റ് പിടിച്ചിട്ടും കിട്ടുന്നില്ല. പണ്ടാരം ഇതിപ്പോൾ എന്ത് തേങ്ങ ചെയ്യുക. അങ്ങനെ അത് വിചാരിച്ചാൽ അങ്ങനെ തന്നെ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അതിപ്പോൾ ഇങ്ങനെ ആണെന്നൊന്നുമില്ല, ഒരു പ്ലീറ്റോടുകൂടിയൊക്കെ എടുക്കാമായിരുന്നു വേണമെങ്കിൽ എന്നുള്ള രീതിയിലേ ഉള്ളൂ. അത്ര വോക്കല്ല, സിംഗിൾ വോക്കുണ്ട്.
പിന്നെ സിംഗിൾ വോക്ക് ഉണ്ട്. വീണ്ടും നമ്മളെല്ലാവരും കൂടെ വരുന്ന വീണ്ടും ഉണ്ട്. ഈ 2 പേര് പെയർ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളെ 4 പേര് വോക്ക് ചെയ്യുന്ന 2 ടൈപ്പ് രണ്ടിടത്ത് നമ്മൾ 4 പേര് വോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആരോടും മിണ്ടാൻ പറ്റിയിട്ടില്ല, കമ്പനി ആവാനും പറ്റിയില്ല. അതൊരിതാ. അതിന് പറ്റാത്തതെന്ന് വെച്ചാൽ ഇത്രയും പേരില്ലേ, സമയവും കിട്ടിയില്ല. ഞാൻ അന്ന് ചെന്നപ്പോൾ തന്നെ 11 മണിയായി. നമ്മൾ അപ്പോഴേക്ക് പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴേക്ക് ഉച്ച 4 മണിയോളമായി. വേഗം ഒരുങ്ങാൻ പിന്നെ കയറി. പിന്നെ ഇവിടെ മിണ്ടാൻ സമയം, ആരോടും പരിചയപ്പെടാൻ പറ്റിയില്ല. പിന്നെ ചെക്കന്മാരാണെങ്കിലോ എല്ലാം ഹിന്ദിക്കാരെ പോലെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇനി വേറെ ഏതെങ്കിലും നാട്ടുകാരാണോ എന്നൊക്കെ വിചാരിച്ചു. ആൺപിള്ളേർ നല്ല രസം, നല്ല ഭംഗിയുണ്ട് കാണാനെല്ലാം. പിന്നെ പെയറായിട്ട് കയറിയിട്ടാണ്, കുറേ പേര് പെയറായിട്ടും കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സൂപ്പറുമായിരുന്നു. നെക്സ്റ്റ് ടീമിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നെക്സ്റ്റ് അവരുടെ പരിപാടിക്കും വിളിക്കും. നമ്മളിപ്പോൾ പോയത് കൊണ്ട് വീണ്ടും വിളിക്കും അവർ.